ഇപ്പം നമ്മുടെ കൂടെയുള്ളത് പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആകാശ് ആര്യനാണ്. ഈ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് ആകാശിനോട് ചോദിക്കാം. ആകാശ്, എന്തൊക്കെയായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം ആവാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ? അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കിട്ടിയപ്പം. ഓഡീഷന് പോയപ്പോൾ ഒട്ടും കിട്ടുന്ന പ്രതീക്ഷിക്കാത്ത ഒരു വേഷമായിരുന്നു. ഒരു ചാൻസിന് വേണ്ടി ഈ മെയിൻ ക്യാരക്ടർ എന്ന രീതിയിലല്ല ഞാൻ പോയത്, ചെറിയ ചാൻസിന് വേണ്ടി പോയത്. അപ്പം ഇത്രയും വലിയ ക്യാരക്ടർ കിട്ടി, വലിയ ഭാഗ്യമായിട്ട് തോന്നി. അതിലുപരി ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിൽ അർപ്പിച്ചൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ ക്രൂ അർപ്പിച്ച് അത് എങ്ങനെ ഇതാക്കണം എന്നുള്ളതിനുള്ള ടെൻഷനായിരുന്നു. കണ്ടുപഠിക്കാനാണെങ്കിൽ ഒരു ബയോപിക് എന്ന രീതിയിൽ വരുമ്പോൾ കണ്ടുപഠിക്കാൻ അയാൾ ജീവിച്ചിരിപ്പില്ല. അത്യാവശ്യം റെയർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. റെയർ ആയിട്ടുള്ള വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ യൂട്യൂബ്സിലും മറ്റും അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കുറെ അറിയുന്ന കുറച്ച് മഹാരാജാസ് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ വിളിച്ച് അവന്റെ ആറ്റിറ്റ്യൂഡ് കുറെയൊക്കെ ചോദിക്കാം. പേപ്പറിലും കാര്യങ്ങളിലും കട്ടിങ്സ് ഒക്കെ വന്നത് കുറച്ച് വായിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു മാനറിസംസും കാര്യങ്ങളുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഇതാക്കുന്നു. കാരണം കണ്ടുപിടിക്കാനൊന്നൊരു ആളെ ജീവിച്ചിരിപ്പില്ല, കൂടുതലൊന്നും കാര്യങ്ങളും ഇല്ല. പിന്നെ അവന്റെ അറിയുന്നവരും അവനെ പറ്റി അറിയുന്നവരോടും കൂട്ടുകാരോടും അങ്ങനെ കുറെ പേര് ചോദിച്ചു മനസ്സിലാക്കി എടുത്ത രൂപം വെച്ചാണ് ഞാൻ പെർഫോം ചെയ്തത്. നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആകാശിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയുമോ? ഞാൻ വയനാട്ടുകാരനാണ്. വയനാട് മാനന്തവാടി അടുത്ത് 10 കിലോമീറ്റർ അപ്പുറം കുളത്താളം എന്ന സ്ഥലത്താണ്. വീട്ടില് അമ്മ, ഞാൻ, അമ്മമ്മ, പിന്നെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. എനിക്കൊരു 10 വയസ്സുള്ളപ്പം ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്. ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലാണ്. അവിടെ കഴിയാറായി, 1 മാസം കൂടി ക്യാമ്പസ് ലൈഫ് ഉള്ളൂ, കഴിയാറായി. അതൊക്കെയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്? സിനിമ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം തന്നെയായിരുന്നു. ഒരു സത്യം പറഞ്ഞ ഒരു നരസിംഹം കണ്ടത് മുതൽ സിനിമയോടുള്ളൊരു ഇഷ്ടം കൂടി അലേട്ടായിരുന്നു. അപ്പൊ അങ്ങനെ സിനിമ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് വീഡിയോസും കാര്യങ്ങളും, ഡബ്സ്മാഷ് എന്ന് പറയുന്ന പെർഫോമൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, കാണുന്ന കാസ്റ്റിംഗ് കോഴ്സിലെല്ലാം മെയിൻ അയച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും ഡിഗ്രി കഴിഞ്ഞാലും അതിലേക്ക് തന്നെ മെയിനായിട്ട് ഇറങ്ങണം എന്ന് ഒരുപാട് ചാൻസ് നോക്കി ഇറങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. സിനിമ തന്നെയായിരുന്നു. സിനിമ ഭയങ്കര പാഷനായിരുന്നു. ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു. പലരും കുറ്റം പറഞ്ഞൊരു ഭ്രാന്തായിരുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോഴാണ് ഒരു ഗ്രൂപ്പിലാണ് ഈ കാസ്റ്റിംഗ് കോൾ കണ്ടത്. കാസ്റ്റിംഗ് കോൾ കണ്ടപ്പം ഓഡീഷന് പോയി ഒട്ടും പ്രതീക്ഷയിലായിരുന്നു. ഒരുപാട് പേരാണ് ഓഡീഷന് പോയി സെലക്ട് ആയി. അവിടുന്ന് അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലൊന്നും പ്രതീക്ഷയില്ല. അപ്പൊ ഇനി അടുത്ത് നോക്കാം, എക്സ്പീരിയൻസ് ആയില്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ ആണ് വിളിക്കുന്നത്. ഒരു വർക്ക്ഷോപ്പിന് സെലക്ട് ആയിട്ടുണ്ട്. കടലുണ്ടി വെച്ചായിരുന്നു വർക്ക്ഷോപ്പ്. അവിടേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പൊ ആണ് നമ്മുടെ മഴ, പ്രളയം, പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവരോട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, എങ്ങനെ വരാൻ പറ്റിയ, ഇനി ചാൻസ് ഉണ്ടാവുമോ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അവർക്ക് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അഭിമന്യൂടെ കിട്ടിയിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി അവർ രണ്ടാമതൊരു ഓഡീഷൻ വെച്ച് ആ ഓഡീഷനിലാണ് സെലക്ട് ആവുന്നത്. ഇങ്ങനെ ആദ്യം വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു? വീട്ടുകാര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെ തളർത്തലൊന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല. അവര് ഓക്കെയാണ്. പക്ഷെ അവർക്കൊരു ജോബ് ആണ് അവർ മെയിൻ ആയിട്ട് കണ്ടത്. ഒരു പാഷൻ, എന്റെ ഒരു ഭ്രാന്തല, എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നൊരു ഇത് മാത്രം. സിനിമ നടക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു? എങ്ങനെ വീട്ടുകാര് കൂടുതലും സപ്പോർട്ട് ഉണ്ടായി? ആരെങ്കിലും എതിർത്തായിരുന്നോ? എന്ന് വെച്ചാൽ ഇങ്ങനെ തളർത്തിയായിരുന്നു? ഫാമിലിയിൽ നിന്ന് അങ്ങനെ ആരും അങ്ങനെ തളർത്തിയിട്ടൊന്നുമില്ല. അല്ലാതെ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ. എന്തായിരുന്നു ഈ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്കൊരു അത്രയ്ക്ക് എക്സ്പെക്ടേഷൻസോ ഒന്നുമില്ലായിരുന്നു. അവർക്ക് പോയിട്ട് ചെയ്തിട്ട് പോവാ എന്നൊരു ഇത് മാത്രമല്ല. പിന്നെ ഇത്രയും നല്ല ആക്ടേഴ്സിന്റെ കൂടെ, ഇന്ദ്രൻ ചേട്ടനെ പോലുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അവരും അങ്ങനെയാണ്. അവർക്ക് ഭാഗ്യം, ഒരു കോൺടാക്ട് ഉണ്ടാവുന്ന ഭാഗ്യമാണ്. ഇങ്ങനെ അവരും കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സിനിമയിലേക്ക്? ആദ്യം ഓഡീഷന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ? ഓഡീഷന്റെ സമയത്ത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത്ര നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാനവിടെ പോയി ജസ്റ്റ് അവർ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷൻ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ മനസ്സിലെപ്പോ ഒന്ന് കണ്ടോ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് വരുവായത്. അതൊരു ക്യാമറയുടെ മുമ്പിൽ എത്തിയപ്പോ അതൊരു അനുഭവമായിരുന്നു. ഇന്നേ വരെ അനുഭവിക്കാത്തൊരു ടെൻഷൻ. എങ്ങനെയാണ് സ്റ്റേജിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയൊരു ക്യാമറ ക്രൂവും ക്രെയിനും കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ ക്രൂവിന്റെ മുന്നിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു പതർച്ച ഉണ്ടായിരുന്നു. ഫസ്റ്റ് കുറച്ച് ടേക്ക് എന്തായാലും കുറെ പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിച്ചപ്പോ എന്താണ് തോന്നിയത്? അതൊരു ഭയങ്കര, നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും.
അയാളുടെ ആക്ടിങ് മെത്തേഡ് മാത്രമല്ല, ആ മനുഷ്യൻ നമ്മളിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനാണ് ഇന്ദ്രൻ സേട്ടൻ. ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ എന്നുള്ള ഒരു ഗമയോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. നമ്മളോട് പോലും നമ്മുടെ കണ്ടിന്യൂറ്റി വരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ജസ്റ്റ് നമ്മളിപ്പോ ഒരു ഡയലോഗ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഷോട്ടിൽ ചിലപ്പോൾ ഹാൻഡ് ചിലപ്പം നമ്മുടെ കൈ വേറും മോഡലായിരിക്കും. നീ ഇവിടെയായിരുന്നു നേരത്തെ വെച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്രയും എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അയാളുടെ അടുത്ത്. അതെ. ലൊക്കേഷനിൽ എങ്ങനെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ലൊക്കേഷനിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ നമുക്ക് എല്ലാവരും തന്നെ ലൈറ്റ് ബോയ് അടക്കമുള്ളവര് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഫസ്റ്റ് ഫിലിം ആയിട്ടുള്ള അപ്പം ഒരു സ്വാഭാവികമായിട്ടും പല രീതിയിലും നമുക്ക് എന്താണ്ടാവും ഒന്നും അറിയില്ല, ടെക്നിക്കലായിട്ട് ഒന്നും അറിയില്ല. ഫസ്റ്റ് എന്നോട് എനിക്ക് ഓർമ്മ, നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ ഓപ്ഷൻ നിൽക്കുന്ന സ്ഥലം പൊസിഷൻ പറഞ്ഞു തന്നായിട്ട് ഫോക്കസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ നിന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇളകാൻ പാടില്ല, അവിടെ സ്റ്റേഡായി നിൽക്കണം എന്നാണ്. ഒന്നും അറിയില്ല, അപ്പൊ അങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അതൊക്കെ പഠിപ്പിച്ചു തരാൻ ഒരുപാട് പേരുണ്ട്, അസോസിയേറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഡയറക്ടർ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോ എന്തായാലും തോന്നി? അത് ഞാൻ പറഞ്ഞ ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് ടേക്ക് ഡയലോഗ്സ് ഞാൻ സ്വാഭാവികമായിട്ട് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ട് പറയാം. പക്ഷെ സിനിമയിലും ഞാൻ അങ്ങനെ തന്നെ കാണാപ്പാടം പഠിച്ചിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് ടേക്കിൽ പ്രോംപ്റ്റിംഗ് വന്നപ്പോ ഇത് കേക്കോടോ കേക്കും വേണം പറയും വേണം, അപ്പൊ നമ്മള് കൺഫ്യൂഷനില്ല, ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ പ്രോംപ്റ്റിംഗ് ഒഴിവാക്കി. അതാണ് സുഖം എനിക്ക് തോന്നിയത്, കേട്ട് പറയുന്നതിനെക്കാളും പഠിച്ചു പറയുന്നതാണ് സുഖമായിട്ട് തോന്നിയത്. ആരാണ് റോൾ മോഡൽ ആയിട്ട്? ഞാൻ ലാലേട്ടൻ. ലാലേട്ടന്റെ പടത്തിനാണ് കൂടുതലും ഫാനാണ്. കട്ട ഫാനാണ് ലാലേട്ടന്റെ. ലാലേട്ടന്റെ അയാളുടെ എന്താ പറയാ വിരൽ വരെ അഭിനയിക്കുന്ന ഒരു മാന്ത്രികനല്ലേ. ഞാൻ ശരിക്കും എനിക്ക് സിനിമയോട് ഒരു ഇഷ്ടം തുടങ്ങുന്നത്, ഒരു ഭ്രാന്ത് തുടങ്ങുന്നത് നരസിംഹം കണ്ടതിന് ശേഷം. അതിനുശേഷമാണ് ആ ഒരു ശരിക്കും ഒരു ഭ്രാന്തിലേക്ക് എത്തുന്നത്. ലാലേട്ടൻ ആണ് ഒരിക്കലും അവിടെയൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡാണ് ഇഷ്ടം, അദ്ദേഹത്തെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം അഭിനയം. അതെ, ഇതുവരെ സിനിമയിൽ അഭിനയിക്കും ഇതുവരെ എത്തും എന്ന് വിചാരിച്ചിരുന്നു? ഇങ്ങനെ ഒരു ഹീറോ ക്യാരക്ടർ കിട്ടുന്ന ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ ആ സിനിമയിൽ എത്തും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും ഇതിൽ എത്തണം എന്നൊരു ഉറപ്പുണ്ടായിരുന്നു, നിശ്ചയമായിട്ട് ഉണ്ടായിരുന്നു. അഭിനയം തന്നെയായിരുന്നു ആഗ്രഹം. ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കോളേജിൽ എല്ലാവരും തന്നെ ഏകദേശം നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് എന്നോട് സാർ HOD ചോദിച്ച ചോദ്യം എന്താവണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ സിനിമ കാണണമെന്നാണെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു ഫസ്റ്റ്, പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ. ഇവർ HOD അടക്കം എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്നാലും ചെറിയ രീതിയിൽ പറ്റില്ല ഇവനാര് എന്താ പറയാ നമ്മളൊരു കളിയാക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അഭിനയിക്കണം എന്ന് പറഞ്ഞ മോഹൻലാൽ ജേർണലിസത്തിലേക്ക് കിടന്നത് സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ജേർണലിസം ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ സിനിമയോട് റിലേഷൻ ഉണ്ട്. അക്കാദമിക് ഫിലിംസ് മാത്രമല്ല എല്ലാ ഫിലിംസും കാണാനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഒരു ഇതിലാണ് ജേർണലിസ്റ്റിലേക്ക് കിടന്നത് അല്ലെ. ഇപ്പൊ കോളേജിൽ ആദ്യം വന്നപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആദ്യം കളിയാക്കി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കളിയാക്കി എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നടനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ് അവര് പറയുന്നത്? അങ്ങനെ എല്ലാവരും കളിയാക്കിയിട്ടില്ല, കളിയാക്കിയ കുറച്ച് പേരുണ്ട്. അപ്പൊ അങ്ങനെ കളിയാക്കുമ്പോ നമ്മളിപ്പോ ഒരു ചാൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുന്നവരുണ്ട്, അത് മൈൻഡ് ആക്കാണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ടൊന്ന് സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങള് നമ്മൾ പലരും പിന്നെ കോമഡി കളിപ്പിക്കുകയോ ചെയ്യും, പറ്റിക്കുക. ലൈഫിൽ തന്നെ ഒരുപാട് പേര് പറ്റിക്കില്ലേ, അങ്ങനെ ഒരുപാട് വിശ്വാസവഞ്ചനകളൊക്കെ കളിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഇപ്പം നമുക്ക് അച്ചീവ് ചെയ്തു എന്ന് നിൽക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്. ആദ്യം ഇങ്ങനെ അഭിനയിക്കുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് പരിഹാസം ഉണ്ടായിരുന്നു? അത്രയ്ക്ക് വലിയ പരിഹാസങ്ങളൊന്നും കോളേജിൽ ഇല്ല. കോളേജിൽ ഞാൻ പറഞ്ഞു ഭൂരിപക്ഷം പേരും സപ്പോർട്ടായിരുന്നു. വളരെ റയറായിട്ട് കുറച്ച് പേരാണ്, പക്ഷെ അവരൊന്നും എന്നോട് പ്രത്യക്ഷമായിട്ട് പറയാനില്ല. അല്ലാതെ ഇങ്ങനെ സംസാരിക്കുക, നമ്മള് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും മുഖഭാവവും നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ നടനായതിനു ശേഷം കോളേജിലേക്ക് ചെന്നപ്പോ ഫാൻസുകാർ അങ്ങനെ എന്തെങ്കിലും സെൽഫി എടുക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അങ്ങനെയൊന്നുമില്ല. ക്യാമ്പസ് എല്ലാവരോടും നല്ല കമ്പനിയായിരുന്നു. ഏകദേശം എല്ലാവരുമായിട്ടും തന്നെ സംഘടന രംഗത്താണെങ്കിലും അല്ലെങ്കിലും ഏകദേശം എല്ലാവരോടും കമ്പനിയായിരുന്നു. എല്ലാവരും വിശേഷങ്ങൾ ചോദിക്കും, എല്ലാവർക്കും ഭയങ്കര ചോദിക്കുന്നു. എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും എക്സൈറ്റഡ് വെയിറ്റിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. വെയിറ്റിംഗ് ആണെന്ന് എക്സൈറ്റഡ് ആയിട്ട് അവർ ചോദ്യം ചോദിക്കും. ഫാൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്കറിയില്ല, എല്ലാവരും ഇങ്ങനെ ഇതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്തിട്ടുണ്ട്? കോളേജിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അല്ലാതെ ചില ഷോർട്ട് ഫിലിംസ് അല്ലാതെ 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു
കള്ളൻ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ കഥ പറയാമെന്നൊരു ഷോർട്ട് ഫിലിം, മൃതി എന്നൊരു ഷോർട്ട് ഫിലിം, അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ആ എക്സ്പീരിയൻസ് അത് എൻ്റെ ഡിഫറെന്റ് ആണ്. സിനിമ വെച്ച് നോക്കുമ്പോൾ ഷോർട്ട് ഫിലിം എൻ്റെ ഡിഫറെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു വലിയൊരു ക്രൂ ആണ്, വലിയൊരു ക്യാമറ യൂണിറ്റും വലിയൊരു സെറ്റും ഒരുപാട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷോർട്ട് ഫിലിമിന് നോക്കുമ്പോൾ അങ്ങനെ ആരുമില്ല. ക്യാമറമാനും ഡയറക്ടറും നമ്മൾ 3 പേര് 4 പേര് ഇത്ര ഉണ്ടാവണം. ഒരു ക്യാമറ നമുക്കൊരു യൂണിവേഴ്സൽ ഫ്രീഡം ഉണ്ടാവും. പക്ഷെ അതങ്ങനെയല്ലല്ലോ. ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജേർണലിസം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഭാവി പരിപാടി? സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ വേറെ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല. സിനിമ തന്നെയാണ് മെയിൻ. സിനിമ നല്ല നല്ല ഓഫറുകൾ കിട്ടുമോ നോക്കണം. കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യണം. ഏതെങ്കിലും പുതിയ പ്രൊജക്റ്റ് അങ്ങനൊന്നും കമ്മിറ്റഡ് ആയിട്ടില്ല. പലർക്കും തന്നെ അറിയില്ല. ഇപ്പൊ സിനിമ റിലീസിനോട് ആയിരിക്കും പ്രവേശിക്കുന്നു. അത് സിനിമ തന്നെയാണ് മെയിൻ ആയിട്ടും ഞാൻ നോക്കുന്നത്. കൂടെ കണ്ടിന്യൂ പഠിക്കണം, കുറച്ചുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും മെയിൻ സിനിമ തന്നെയാണ്. വീട്ടിലെങ്ങനെയായിരുന്നു പഠിക്കുമ്പോഴൊക്കെ സപ്പോർട്ട്? സിനിമയിലേക്ക് കിടക്കാനാണോ അതോ വേറെ എന്തെങ്കിലും പഠിക്കണം എന്തെങ്കിലും? അങ്ങനെ പറയാറില്ല. അവര് സിനിമയിൽ പോകുന്നതിന് അവർക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അവർക്ക് ജോബ് വേണം എന്നൊരു ചിന്താഗതി അവർക്ക്. അങ്ങനെയൊന്നുമില്ല, അവർക്ക് സെറ്റിൽഡ് ആവാൻ പറ്റിയ ജോബ് വേണം. ഇപ്പം സിനിമ ഇല്ലാതായാലും ജീവിക്കാൻ തിരിയെടുക്കുന്നുള്ളൊരു ചിന്താഗതിയിൽ ഒരു ജോബ് വേണമെന്ന് പറഞ്ഞു. ഈ അഭിമന്യു എന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിച്ചത്? കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? അഭിമന്യുവിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതിൽ കൂടുതലായിട്ട് ഞാൻ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ വട്ടവടയിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അവന്റെ നാട്ടിൽ, അവന്റെ വീട്ടിൽ തന്നെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തി അവന്റെ അമ്മയും എല്ലാവരെയും കാണുമ്പോഴാണ് അവൻ എത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ വേഷം ചെയ്യാൻ കഴിഞ്ഞ എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അത്രയും പിന്നോക്കമായിട്ടുള്ള ജില്ലയിൽ നിന്നൊരു സ്ഥലത്ത് നിന്ന് നമ്പർ 1 സിറ്റി ആയിട്ടുള്ള എറണാകുളത്തേക്ക് പോകുന്നു. അവിടെ പോയി പഠിക്കാൻ പറ്റുകയും ചെയ്തത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. അവിടെ താമസിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. അവൻ എക്സ്ട്രാ ഓർഡിനറി ആവും ശരിക്കും. അങ്ങനെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെയോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്കുള്ളൊരു നിന്നിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നെങ്കിൽ നാടിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു കഥ ആരിൽ നിന്നാണ് അറിയാൻ സാധിച്ചത്? എങ്ങനെ ഈ ഒരു അഭിമന്യു എന്ന കഥാപാത്രത്തിന്റെ? അഭിമന്യു ഞാൻ പറഞ്ഞു, അത്യാവശ്യം വായിച്ചു പേപ്പേഴ്സ് കട്ടിങ്സും കാര്യങ്ങളും വായിച്ചു. അപ്പൊ അതിൽ നിന്നും ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞ രീതിയിൽ നമുക്ക് കുറച്ച് ഇത് കിട്ടി, ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ അത്യാവശ്യം അറിയാവുന്ന ചിലരോടും കൂടി, ഫ്രണ്ട്സിനോടും കൂടി ചോദിച്ചപ്പോൾ ഏകദേശം ഒരു ഇമേജ് കിട്ടി, അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് കിട്ടി. പിന്നെ അവന്റെ നാട്ടിലേക്ക് എത്തിയപ്പം അവന്റെ നാട്ടുകാരും അവന്റെ വീട്ടിൽ അവന്റെ അമ്മയും അവന്റെ അച്ഛനൊക്കെ കരഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ കൂടുതൽ അറിയാൻ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻസ് എവിടെയൊക്കെയായിരുന്നു? ലൊക്കേഷൻസ് എറണാകുളത്തുണ്ടായിരുന്നു. എറണാകുളം സൈമൺ ബുട്ടോ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഖാവ് സൈമൺ ബുട്ടോ സൈമൺ ബുട്ടോയെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാര്യയും സീനേച്ചിയും മകൾ നിലാവിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എറണാകുളം അദ്ദേഹത്തിന്റെ വീട്ടിലും, പിന്നെ കോഴിക്കോട് മീഞ്ചന്ത് ആർട്സ് കോളേജിലും വെസ്റ്റ്ഹിൽ പോളിലും വട്ടവട അവന്റെ നാട്ടിലും ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷനുകളിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ലൊക്കേഷൻ രസമായിരുന്നു. അപ്പം എന്താ പറയാ, ഒരു പോഷ് ആയിട്ടുള്ളൊരു വലിയ ബജറ്റിന്റെ പടമല്ലാതെ അത്ര വലിയ ഹൈ ബജറ്റ് പടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കമ്പനി ആയിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അബദ്ധങ്ങളും വല്ല തമാശകൾ, സെറ്റ് ഉണ്ടാകുന്ന ചില തമാശകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ട്. ഡയറക്ടേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രോത്സാഹനം തരുമായിരുന്നു? ഡയറക്ടർ വിനീഷ് ആരാധ്യ, അദ്ദേഹത്തെ ആദ്യത്തെ പടമാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു സംഭവം തെറ്റി അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോ ഒരു സീന് നമുക്ക് ചിലപ്പോ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ് വിനീഷ് ആരാധ്യ. ഈ ഒരു സിനിമയെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? ഈ സിനിമയെ പറ്റി, ഇതൊരു ജനകീയ സിനിമയാണ്. RMCC എന്ന് പറയുന്ന റെഡ് മലബാർ കോമ്രേഡ്സ് എന്നുള്ളൊരു കൂട്ടായ്മയുടെ സിനിമയാണ്. അവന്റെ രാഷ്ട്രീയം, സൈമൺ ബ്രിട്ടോ അവനുണ്ടാക്കിയ ഇൻഫ്ലുവൻസ്, എന്നിട്ട് അവന്റെ ലൈഫ് തന്നെയാണ് സിനിമയായിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഒരു കോളേജ് ലൈഫ് തന്നെയാണോ? കോളേജ് ലൈഫ്, അഭിമന്യുവിന്റെ ലൈഫാണ് സിനിമ. അതിന്റെ കോളേജ് വരുന്നു, വീട് വരുന്നു, സൈമൺ ബ്രിട്ടോട് അദ്ദേഹത്തിന്റെ കൂടെ, സഖാവിന്റെ കൂടെയുള്ള കുറച്ച് ഇന്ററാക്ഷൻസ് വരുന്നു. അങ്ങനെ ആണ് ലൈഫ്. അവൻ നമ്മൾ വായിച്ചറിഞ്ഞ അവന്റെ ജീവിതം അത് സിനിമയായി അവതരിപ്പിക്കുന്നു. കോളേജ് ലൈഫ്, കോളേജ് ഷൂട്ടിംഗ് കൂടുതലും കോളേജിലായിട്ടാണോ ഉണ്ടായത്? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കോളേജിലുണ്ട് ഒരു റേഷ്യോ ഇതിങ്ങനെ പോകുന്നു. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്
എങ്ങനെയാണ് കോളേജ് പഠിത്തമൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയി? കോളേജിൽ 1 month ലീവായിരുന്നു. 1 month ഷൂട്ട് ഉണ്ടായിരുന്നു. 1 month ലീവ് തന്നെയായിരുന്നു കോളേജിൽ. പിന്നെ കോളേജിലെ പഠിത്തം പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ക്ലാസ്സിൽ കയറി അറ്റൻഡൻസ് 75 ആക്കുക അതൊരു രീതിയാണല്ലോ. അവസാനം നിലക്ക് എക്സാമിന് സമയമാകുമ്പോഴേക്കും നോട്ട് തപ്പിണ്ടാക്കുക. അങ്ങനെ തന്നെയായിരുന്നു. വലിയ വിഷമം എന്താ വെച്ചാൽ 1 month കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് 2-3 വീക്ക് ഗ്യാപ്പ് ഇട്ട് പിന്നെ പെട്ടെന്ന് സെമസ്റ്റർ എക്സാം വന്നു. അപ്പോഴേക്കും എല്ലാം ട്രാക്കിലേക്ക് ആക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നത്. ട്രാവലിംഗ് ഒക്കെ എങ്ങനെ? ട്രാവലിംഗ് പോക്ക് വരവ് എറണാകുളത്തെ ആയിരുന്നല്ലോ ഷൂട്ടിങ്. അപ്പം ഇത്രയും ദൂരത്തെ ട്രാവലിംഗ് ബുദ്ധിമുട്ടായി തോന്നി? ബുദ്ധിമുട്ടായി തോന്നില്ല. 1 month ഒരു ബ്രേക്ക് ഇല്ലാത്ത ഷൂട്ടായിരുന്നു, ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ഇല്ലാത്ത ഷൂട്ടായിരുന്നു. അപ്പം അന്നൊരു മാസം അവരുടെ കൂടെയായിരുന്നു, ക്രൂവിന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ അവിടേക്ക് പോയി കോഴിക്കോടായിരുന്നു ഫസ്റ്റ് ലൊക്കേഷൻ. കോഴിക്കോട് കംപ്ലീറ്റ് ചെയ്യുന്നത് വട്ടവട. അവിടെ ഏറ്റവും ലാസ്റ്റത്തെ ലൊക്കേഷൻ എന്നാണ് ഏറ്റവും ലാസ്റ്റ്. ഏത് കോളേജിലാണ് എവിടെ ഷൂട്ട് ചെയ്തത്? ഷൂട്ട് കോഴിക്കോട് മീൻചന്ദ് ആർട്സ് കോളേജിലും വെസ്റ്റ് ഹിൽ പോളിയിലുമാണ് കോളേജ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. പിന്നെ മഹാരാജാസിലും കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഈ അഭിമന്യു എന്ന കഥാപാത്രത്തെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അഭിമന്യുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെ അഭിമന്യു. അഭിമന്യു ഒരു എന്താ പറയാ, എല്ലാവരെയും മതേതരത്വം എല്ലാവരും ഒരുപോലെയാണെന്ന് കണ്ടത് കൊണ്ട് വർഗീയതയുടെ പേരിൽ അവനെ കൊലപ്പെടുത്തുകയുണ്ടായി. മനുഷ്യനായി കാണുന്നൊരു പ്രകൃതമുള്ള മനുഷ്യൻ. ഈ ഒരു തീം തന്നെയാണോ കഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെ? ഈ ഒരു തീം തന്നെയാണോ? അതെ, അബിയുടെ ലൈഫ് തന്നെയാണ്. അബിയുടെ ലൈഫും കാര്യങ്ങളും തന്നെയാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അബിനോട് പരമാവധി 98% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. വേറെ ഏതെല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളോ അങ്ങനെ ഈ കഥയില്? ഇതില് അച്ഛനായിട്ട് ഇന്ദ്രൻ ചേട്ടനാണ്, ഒരു ജീപ്പ് ഡ്രൈവറായിട്ട് അനൂപ് ചന്ദ്രൻ, പിന്നെ സോന നായർ ആയിട്ട് മിസ്സായിട്ട് സോന നായർ അഭിനയിക്കുന്നുണ്ട്. അവരാണ് സീനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സീനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ എങ്ങനെയായിരുന്നു? അവരുടെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഇന്ദ്രൻ ചേട്ടന്റെയും സോന നായരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവരെ ഒരു സീന് കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. പിന്നെ അനൂപ് ചന്ദ്രൻ, അദ്ദേഹം ഭയങ്കര ഒരു ടാലന്റുള്ള മനുഷ്യനാണ്. നമ്മൾ കാണുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കില്ലെങ്കിലും ഒരു വേഷം കിട്ടുമ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നത്, ആക്ഷൻ പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് അഭിനയിക്കുന്ന രീതി നല്ല രസമാണ്, നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. കോമഡി സീക്വൻസ് എന്തെങ്കിലും ഇതില് വരുന്നുണ്ടോ, ഉൾപ്പെടുന്നുണ്ടോ? അഭിമന്യുവിന് അങ്ങനെ ഒരു ഇല്ല. അഭിമന്യുവിന്റെ ഒരു ക്യാരക്ടർ അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അതിലുണ്ട്. ഈ സിനിമ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? അങ്ങനെ വലിയ ഹോബീസ് ഒന്നുമില്ല. പരമാവധി കിട്ടുന്ന സമയങ്ങളിൽ സിനിമ കാണാൻ തന്നെ നോക്കാറ്. നാടകം സ്കൂളിൽ കോളേജുകളിൽ പഠിച്ച സമയത്തും കലോത്സവം, ആർട്സ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നാടകം ചെയ്യാറുണ്ട്, സ്കിറ്റുകൾ ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ. പുറത്തേക്ക് പോയിട്ടുണ്ടോ? ഇങ്ങനെ സംസ്ഥാന തലത്തിലോ? സംസ്ഥാനത്ത് നാടകത്തിൽ പോയിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെണ്ട ഇതില് സംസ്ഥാനത്ത് പോയിട്ടില്ല. അല്ലാതെ നാടകത്തിന് അങ്ങനെ പോയിട്ടില്ല. നാടകം ഞങ്ങളിപ്പോ പഠിക്കുന്ന എപ്സോൺ കലോത്സവത്തില് 3rd വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷം പങ്കെടുക്കാൻ പറ്റിയിട്ട് വന്നു. ചെണ്ടയില്ല, ഞാൻ നാടകത്തിനാണ്. ചെണ്ട 10ാം ക്ലാസ്സിൽ ആ ഒരു സമയത്ത് മാത്രം ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി ശരിക്കും കളിച്ചത്. മോണോ ആക്ട് ഒക്കെ അങ്ങനെ ചെറുതായിട്ട് കേൾക്കാം. ഇപ്പൊ ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടൊന്നുമല്ല, അതിനു വേണ്ടി മാത്രം. ഇല്ല. എന്തായാലും ഈ സിനിമയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. എപ്പോഴാണ് ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഒക്കെ? ഫെബ്രുവരി 15-നാണ് പത്മവ്യൂഹത്തിൽ അഭിനയം തിയേറ്ററിലേക്ക് എത്തുന്നത്. റിലീസ് ഫെബ്രുവരി 15-നാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രൊമോഷനൊക്കെ എങ്ങനെയാ? പ്രൊമോഷൻ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എന്തെങ്കിലും ഈ സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ കാണുക, കണ്ട് വിജയിപ്പിക്കുക എന്ന് മാത്രമാണ്. നല്ല എക്സൈറ്റഡ് ആണ്, ടെൻഷനാണ്. നല്ല സിനിമ, ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ പ്രേക്ഷകർ എങ്ങനെ കാണും, ഇത് ഇനി അവരുടെ കയ്യിലാണ്. അവർ കണ്ട് വിജയിപ്പിക്കുക. പ്രതീക്ഷ എനിക്ക് സത്യം ടെൻഷനാണ്, ഒരു എക്സൈറ്റ്മെന്റ് ടെൻഷൻ. എങ്ങനെയാണ് ഞാൻ ബിഗ് സ്ക്രീനിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഫാമിലി ആയിട്ട് പോയി കാണുവാണെങ്കിൽ അതെ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു പടത്തിന്റെ ഓഡിയോ ലോഞ്ച് എപ്പോഴാണ് വരിക? ഓഡിയോ ലോഞ്ച് ഈ മാസം 28-നാണ് തിരുവനന്തപുരത്ത് വെച്ച്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ആണ് ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെയാണ് ട്രെയിലറും ഇറങ്ങുന്നത്. ടീസർ റിലീസ് ചെയ്തു. ടീസർ DYFI സംസ്ഥാന സമ്മേളന തകതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ടീസർ റിലീസ് ചെയ്തത്.
ഇപ്പോൾ ട്രെയിലർ തിങ്കളാഴ്ച 28-ാം തീയതി തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പടത്തിന്റെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഡബിങ് എറണാകുളത്തെ ചലച്ചിത്ര സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു നടന്നത്. അതൊരു ഭാഗ്യമാണ്. ആദ്യത്തെ സിനിമയിലെ എനിക്ക് ആ കഥാപാത്രത്തിൽ എനിക്ക് ശബ്ദം കൊടുക്കാൻ പറ്റുന്ന ഭാഗ്യമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്നും അഭിനയിക്കുന്നതിനേക്കാളും കുറച്ച് ടഫായിട്ട് തോന്നിയത് ഡബിങ്ങിന്. എറണാകുളത്താണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് ഡബിങ് സ്റ്റുഡിയോയിലുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഷോർട്ട് ഫിലിം ഡബ് ചെയ്യുന്നത് ഇവിടെയൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഈ വയനാട്ടിൽ നിന്ന് പോയതാണല്ലോ ബുസലിം, അതുപോലെ ലൂസി താര, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, സണ്ണി വെയിൻ പോലെ. അവരെ എന്തെങ്കിലും റോൾ മോഡലായിട്ട് കരുതുന്നുണ്ടോ? അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കി പണ്ട് അബൂസലിയും അബൂഖാന്റെ കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു വയനാട്ടുകാരനാണ് ഭയങ്കരമായിട്ട് പിന്തള്ളപ്പെട്ട ഒരു ആൾക്കാരാണ്. ഇപ്പം ഒരുപാട് പേര് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. സിത്താരയാണെങ്കിലും സണ്ണി വെയിൻ ആണെങ്കിലും. നമുക്ക് സണ്ണി വെയിനൊക്കെ സ്ക്രീനിൽ ഇൻട്രോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. ഒരു വയനാട്ടുകാരനാണെന്ന രീതിയിൽ ഭയങ്കര അഭിമാനമാണ്. വയനാട്ടിനെ പറ്റി തെറ്റിദ്ധാരണകൾ എപ്പോഴും എന്നോട് സെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വയനാട്ടില് ബസ്സൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു, തിയേറ്റർ ഉണ്ടോ, ബസ് ഉണ്ടോന്ന് ചോദിച്ചു ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ നാട്ടിൽ പോകുമ്പോ കാടാണ്, വെറു കാടാണെന്നൊരു ചിന്താഗതിയാണ് പലർക്കും. വയനാട്ടിലെ കുറച്ച് പൊതുവെ ഒരു നല്ല കുറച്ച് മുൻവിധികളുണ്ട്. ഇങ്ങനെ തിയേറ്ററുണ്ട്, സിനിമ കാണാറുണ്ടോന്ന് ചോദിച്ചാൽ സിനിമ കാണാറുണ്ട്. ചില അതിൽ പുറത്തു വന്ന കുറച്ച് ദൂരം നിന്ന് വരുന്ന ആൾക്കാരൊക്കെ സിനിമ കാണാറുണ്ടോ, സിനിമ കാണാറുണ്ട്. എവിടെ അവിടെ തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ബസ് ഉണ്ടോ, തിയേറ്റേഴ്സ് ഉണ്ടോ, കാടാണോ, രാത്രിയായി പുറത്തിറങ്ങാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ചിന്താഗതികൾ ഉണ്ട് ഇപ്പോഴും വയനാടിനെ പറ്റിയിട്ട്. മാറിയിട്ടില്ല, കുറെ ഒന്നും മാറിയിട്ടില്ല. ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന സിനിമയിലെ കഥാപാത്രം അവതരിപ്പിച്ച ആകാശ് ആര്യനാണ്. അപ്പോൾ നമ്മളോട് സഹകരിച്ചതിന് താങ്കൾക്ക് നന്ദി. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്നും താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയൊരു നടനാവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇനി റിലീസാകാൻ പോകുന്ന ഈ പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന പടം നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.